ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു യാത്ര പോകുന്ന ഒരു ചെറിയ ബ്ലോഗാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇന്ന് പൊന്മുടിയിലേക്ക് പോവുകയാണേ. അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്നത് രണ്ടുപേരും എൻ്റെ അനിയന്മാരാണ്, എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളാണ്. പിന്നെ ഐഷു ഉണ്ട്, ഐഷുവിൻ്റെ അച്ഛനുണ്ട്, പിന്നെ ചേച്ചിയുടെ മോള് പാറുണ്ട്. അപ്പോൾ ചേച്ചിയും മോനും കൂടെ വിതുരയിൽ നിന്ന് കയറും കേട്ടോ. വിതുരയിലാണ് അവരുടെ വീട്. അപ്പോൾ പൊന്മുടി പോകുന്ന റൂട്ട് തന്നെയാണ് അവരുടെ വീട്. അപ്പോൾ അവരവിടെ നിന്ന് കയറാമെന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഐശു കണ്ണാടിയൊക്കെ വെച്ച് വലിയ ഗമയിലിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് പൊന്മുടിയിൽ പോയി ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കാണുന്നു. പിന്നെ നേരെ താവയ്ക്കൽ വാട്ടർഫോൾസ്, അതാണ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ. താവയ്ക്കൽ വാട്ടർഫോൾസിൽ പോയി കുളിക്കണമെന്ന് കുറേ നാളോട്ട് വിചാരിക്കുന്നേ. അപ്പോൾ ചേച്ചി വിതുരയിൽ നിന്ന് കയറി, മോൻ 2 വീലറിൽ വരുന്നുണ്ട്, മോനും അജുൻ്റെ അച്ഛനും കൂടെ. അപ്പോൾ നമ്മളിപ്പോൾ കല്ലാറിലെത്തി. ഫസ്റ്റ് നമ്മൾ കല്ലാറിൽ കുളിക്കുക എന്നൊക്കെ ഉള്ള പ്ലാനിലാണ് പോയത്. പക്ഷേ ഇപ്പോൾ കല്ലാറിൽ ആരെയും ഇറക്കുന്നില്ല, കുളിക്കാനൊന്നും പറ്റൂല അവിടെ. മഴയൊക്കെ ഉള്ള കാലാവസ്ഥയായിരുന്നേ, അതുകൊണ്ടായിരിക്കും. എപ്പോഴാണ് വെള്ളം വരുന്നതെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ ഈ ഒരു നായയെ കണ്ടാലേ നമ്മുടെ ഈ രാജപാളയം പോലെ ഇരിപ്പില്ലേ, പക്ഷെ ആളിച്ചിരി മെലിഞ്ഞുപോയി. അപ്പോൾ ഇവിടെ ഒരു നമ്മൾ പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ഇതിൻ്റെ പേര് വാഴവാൻതോൽ വെള്ളച്ചാട്ടം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങിയില്ല, അവിടെ അധികം വെള്ളമൊന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു അന്ന്. അപ്പോൾ നമ്മൾ പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയിൽ ഒന്ന് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയേ. ഹെയർ പിന്നൊക്കെ കയറുമ്പോഴേ നമുക്ക് നല്ല തല കറങ്ങും. അപ്പോൾ വിചാരിച്ചൊന്ന് ചായ കുടിച്ച് ഒന്ന് എനർജി ആയിട്ട് പോവാമെന്ന്. അപ്പോൾ ഈ കടയിൽ നല്ല മൊരിഞ്ഞ ഉള്ളിവടയും പരിപ്പുവടയും ഉഴുന്നുവടയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ എനിക്കിഷ്ടം നല്ല മൊരിഞ്ഞ ഉള്ളിവടയാണ്. അപ്പം ഞാനത് വാങ്ങിച്ച്. ആച്ചുവിനും ഐശുവിനും ജാമ്പയ്ക്ക ഉപ്പിലിട്ടത് കണ്ടപ്പോൾ അത് മതി. അവർക്ക് ഈ പുളിയും ഉപ്പുമൊക്കെ ഉള്ള സാധനങ്ങളാണ് കൂടുതലിഷ്ടം. അപ്പോൾ പാറുവിന് വാഴയ്ക്കപ്പം മതി എന്ന് പറഞ്ഞ് നല്ല സൂപ്പർ വാഴയ്ക്കപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാറുവിന് വാഴയ്ക്കപ്പൊക്കെ പറഞ്ഞു. പിന്നെ ഐശു ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി വയ്ക്കുമ്പോൾ ആളിങ്ങനെ ചേഞ്ച് ആവും, അന്യൻ അമ്പി അങ്ങനെ ചേഞ്ച് ആവുന്ന പോലെ. ചായ എങ്ങനെയുണ്ട്? ചായ എങ്ങനെയുണ്ട്? ചായ കൊള്ളാം. ഈ ജാമ്പയ്ക്ക് 20 രൂപയാണേ. അപ്പം നല്ല ഉപ്പൊക്കെ പിടിച്ച നല്ല സൂപ്പർ ജാമ്പയ്ക്കായിരുന്നു. അപ്പം ഐശുവിനാണെങ്കിൽ ഒരു ഭയങ്കര നാണം ഇന്ന്. കടയൊക്കെ കഴിച്ചേ ഇനി നമ്മൾ നേരെ പൊന്മുടിയിലോട്ട് പോവുകയാണ്. ഏകദേശം ഉച്ചയായിട്ടോ, ഒരു 2 മണിയൊക്കെ ആയി. നമ്മളൊന്നും കഴിച്ചില്ല, പൊന്മുടിയിൽ എത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചേ. നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയൊരു ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ്, തണുപ്പും ചെറിയ തണുപ്പും. പിന്നെ മഞ്ഞ് അത്രയ്ക്കില്ലായിരുന്നു, ഉച്ചയ്ക്ക് ശേഷമാണ് മഞ്ഞ് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു പൊന്മുടി സീസണിലാണ് നമ്മൾ പോയത്. പെട്ടെന്ന് അങ്ങനെ ഒരു പോകാമെന്ന് വിചാരിച്ചൊരു തീരുമാനിച്ചങ്ങ് പോയതാണ്. അപ്പം നമ്മൾ ഉച്ചയ്ക്കൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ നിന്നൊരു ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മുകളിലോട്ട് കയറ്റി വിടുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ചായക്കടയിൽ നിന്ന് ഞാനും ചേട്ടനും കൂടെ 2 വീലറിലായിരുന്നു, ബാക്കി എല്ലാവരും കാറിൽ വരുന്നേ.
അപ്പോൾ 2 വീലറിലാകുമ്പോഴത്തേക്ക് ഈ കോടയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അത്രയ്ക്ക് കോട ഇല്ലായിരുന്നു, നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴായിരുന്നു കോട. അത് ഞാൻ കാണിക്കാം. പക്ഷെ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ആ സമയം. ഒരു പ്രത്യേക ഒരു ആംബിയൻസ് തന്നെയാണ് പൊന്മുടിയിൽ പോകാത്ത ആൾക്കാരുണ്ടാവില്ല ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വർണ്ണിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, അത്രയ്ക്ക് അടിപൊളിയാണ് അവിടെ. അപ്പം നമ്മളിവിടെ റീച്ചായിട്ടുണ്ട്. അപ്പം അനിയന്മാരൊക്കെ നേരത്തെ കാറിൽ അവർ ഫ്രണ്ടിലെത്തി, അവരവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ, സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അവിടെ. അങ്ങനെ നമ്മളിനി പൊന്മുടിയിൽ അകത്തോട്ട് കയറാൻ പോവുകയാണേ. ഫ്ലവർ നല്ല രസമുണ്ട്, അവിടെ പറ്റി പിടിച്ച് നിൽപ്പുണ്ട് ഈ ചെടി. നമ്മൾ ഒന്ന് പിഴുതെടുക്കാനൊക്കെ ശ്രമിച്ചു നോക്കി, ഒരു രക്ഷയില്ല, ഭയങ്കര ബലമാണ് ആ ചെടിക്ക്. നമ്മൾ പിഴുതെടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടി വരുന്നല്ല, നമുക്ക് വേരോടെ കിട്ടേയില്ല. അപ്പോൾ ആ പൂവിൻ്റെ ഭംഗി കണ്ടിട്ട് ഒരെണ്ണം എടുത്തോണ്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. പിന്നെ ഇത് അവിടെ കിടന്ന് കിട്ടിയൊരു സാധനമാണ്. ഇതെന്തോ ഒരു ഈന്തപ്പന പോലത്തെ, അതിൻ്റെ കൊല പോലെ എന്തോ ആണ്, എന്താണെന്ന് മനസ്സിലായില്ല, കണ്ടപ്പോൾ എടുത്തതേ ഉള്ളൂ. പിന്നെ ഒത്തിരി ഇതുപോലത്തെ ചെറിയ പേരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഇത്തിരി മധുരം, ഇത്തിരി ഇതിൻ്റെ സൈസ് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇച്ചിരി വിളഞ്ഞതാണെങ്കിൽ അത് നല്ല ഒരു പുളിപ്പും മധുരം ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ ഈ ഒരു സൈസിലേ ഇവിടുത്തെ പേരയ്ക്ക ഉണ്ടാവുള്ളൂ, ഇതിനേക്കാളും വലുതാവത്തില്ല. അതുപോലെ തന്നെ ആ മരങ്ങളും വളരെ ചെറുതായിട്ട് ചെറിയ മരങ്ങളായിട്ടും ഉണ്ട്. ഇതിപ്പോൾ വലുതാണ്, ചെറിയ മരമായിട്ടും ഉണ്ട്. അതിലാണ് കുറച്ചും കൂടി കുഞ്ഞു പേരയ്ക്ക ഉണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ? എന്തായാലും അടിപൊളിയാണ് കേട്ടോ. അവിടുത്തെ ആ ഒരു ക്ലൈമറ്റും കൂടെ ആകുമ്പോൾ നമുക്ക് സൂപ്പറാണ്. ഭയങ്കര ഫീലാണ് കേട്ടോ അവിടെ പോകുമ്പോൾ. കുറേ പ്രാവശ്യം ചേച്ചിയൊക്കെ വിതിരിലായതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്, എങ്കിലും അവർക്ക് പൊന്മുടി എന്ന് പറയുമ്പം ഒരാവേശമാണ് പോകാനായിട്ട്. അപ്പം ഞാനൊരു 2-3 പ്രാവശ്യമൊക്കെ പോയിട്ടുള്ളേ. പക്ഷേ അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. കപ്പിൾസിനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം ഇവിടെ ചെറിയ ഷോയൊക്കെ ഇറക്കുകയാണേ, കിട്ടിയ അവസരം പാഴാക്കാതെ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാം, ഒരുപാട് സമയം 3-3:30 മണിയായി. അപ്പം വിചാരിച്ചു ഫുഡ് കഴിക്കാമെന്ന്. ചേച്ചി എല്ലാം ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട്. നല്ല മുരിങ്ങയിലത്തോരൻ. ഓക്കെ, ദിസ് വൺ ഈസ് ഫിഷ് കറി. ഇന്നലെ ഉണ്ടാക്കിയ മീൻ കറി. മീനെന്ന് പറയാല്ലേ, കരുവാടെന്ന് പറയണ്ട. കരുവാടെന്ന് പറഞ്ഞാൽ പിന്നെ റീച്ച് കിട്ടും. കരുവാടെന്നൊക്കെ പറഞ്ഞു നോക്കിയാൽ റീച്ചോട് റീച്ചാണ്. ദിസ് ഈസ് chutney which is made up of കാന്താരി മുളക്, coconut, then shallots. ഈ പ്ലാസ്റ്റിക് കവർ ഉണ്ടോ? അതിലിട്ട് എടുക്കാം. പ്ലാസ്റ്റിക് ബോം പ്ലാസ്റ്റിക്. അങ്ങനെ നമ്മൾ ആസ്വദിച്ച് എല്ലാവരും കൂടെ ചേർന്ന് ഫുഡൊക്കെ കഴിച്ചേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ചേച്ചി എല്ലാം മെനക്കെട്ട് നമുക്ക് വേണ്ടി ഉണ്ടായിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് താവയ്ക്കൽ വാട്ടർഫോൾസിലാണ് പോണേ. അവിടെ പോയി ഒന്ന് കുളിക്കാമെന്നൊക്കെയാണ് നമ്മുടെ പ്ലാന്.
ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നതാണ് അവിടെ പോകണമെന്ന്. ചേച്ചിയുടെ മോൻ ഇടയ്ക്കിടയ്ക്ക് കൂട്ടുകാരന്മാരുടെ കൂടെയൊക്കെ അവിടെ പോകാറുണ്ട്. എന്നിട്ട് അവൻ വലിയ വീരവാദമൊക്കെ അടിക്കുന്നുണ്ട്. അപ്പം നമുക്കും ഒരാഗ്രഹം അവിടെ പോയി കുളിക്കണമെന്ന്. അങ്ങനെ നമ്മൾ നേരെ താവയ്ക്കൽ വാട്ടർഫോൾസിലാണ് പോണത്. അപ്പോൾ പോണ വഴിക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കടകളിൽ മാങ്ങ ഉപ്പിലിട്ടത്, പൈനാപ്പിൾ ഉപ്പിലിട്ടത് അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ പൈനാപ്പിളും മാങ്ങയൊക്കെ വാങ്ങിച്ച് ഐഷു പൈനാപ്പിളാണ് കഴിക്കണം. ഇപ്പോൾ തിരിച്ചു വന്ന വഴിയിലാണ് കോട ഇറങ്ങിയത്. 3-3:30 മണിയൊക്കെ ആ സമയത്ത് നല്ല കോട ഇറങ്ങുന്നുണ്ടായിരുന്നേ. ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മളിതുപോലെ ഒരു ട്രിപ്പൊക്കെ പോയത് കേട്ടോ എല്ലാവരുമായിട്ട്. ഈ പുക പോലെ കാണുന്നത് മഞ്ഞാണ്. മഞ്ഞിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ ഇച്ചിരി നേരം കൂടെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല വിഷ്വൽസൊക്കെ കാണാമായിരുന്നു. പക്ഷേ പിന്നെ നമുക്ക് കുളിക്കാൻ പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇരുട്ടിപ്പോയാൽ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ താവയ്ക്കൽ വന്നു. ഇതാണ് താവയ്ക്കൽ വാട്ടർഫോൾസ്. ഇവിടെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. നല്ല മഴയും വെള്ളമൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്കിവിടെ എന്തായാലും ഇറങ്ങാനൊന്നും പറ്റില്ല. അത്രയ്ക്ക് ഭയങ്കര ഫോഴ്സാണ് വെള്ളത്തിന്. അപ്പോൾ ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ല, അത്രയ്ക്ക് വെള്ളമൊന്നുമില്ല. മഴയൊക്കെ ഉണ്ട് എങ്കിലും വലുതായിട്ടില്ല. നമുക്ക് ഈ ഭാഗങ്ങളൊന്നും കാണാൻ പോലും പറ്റാത്ത രീതിയിൽ വെള്ളം ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പൊങ്ങി ചാടിക്കൊണ്ടിരിക്കും. ഈ 2 കുഞ്ഞായിട്ടിങ്ങനെ കാണുന്നില്ലേ വെള്ളം വരുന്നത്, അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ഭാഗമേ നമുക്ക് കാണാൻ പറ്റില്ല. ഫുള്ളായിട്ടും വെള്ളം നിറഞ്ഞ് ഇങ്ങനെ ഫോഴ്സിൽ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് അത്രയ്ക്കൊന്നുമില്ല, ചെറിയ ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ നല്ല തണുത്തായിരുന്നു വെള്ളം കടന്നിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് കുളിച്ചു. നല്ല റിഫ്രഷ്മെൻ്റ് ആയിരുന്നു മനസ്സിനും ശരീരത്തിനും. നല്ല തണുത്ത വെള്ളം. പിന്നെ അവിടെ മീൻ പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പയ്യന്മാർ, കൊച്ചു പയ്യന്മാരൊക്കെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. മീനും ഉണ്ട് കേട്ടോ, ഇതിൽ നല്ല മീനൊക്കെ കിട്ടുന്നുണ്ട് ആ വെള്ളത്തിൽ. പക്ഷേ ഇവിടെ പോകുന്നവർ പ്ലീസ് ഒന്ന് ശ്രദ്ധിക്കണം, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളധികം ആ വെള്ളം ചാടുന്ന ഭാഗത്തേക്കൊന്നും പോയില്ല. കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഭാഗത്തു നിന്ന് മാത്രമാണ് കുളിച്ചത്. അപ്പോൾ എല്ലാവരും പോകുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ചേച്ചിയുടെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയേ. അവിടെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും പൊറോട്ടയും ഒക്കെ കഴിച്ചു. എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.